ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഒരു നൈറ്റ് സ്കിൻ കെയർ റൂട്ടീനാണ്. ഇതൊരു നോൺ സ്പോൺസർ വീഡിയോ ആണ്. ഒരു ഡോക്ടറെയും കൺസൾട്ട് ചെയ്തിട്ടല്ല ഞാൻ ഈ പ്രൊഡക്ട്സ് ഒന്നും യൂസ് ചെയ്യുന്നത്. ഈ പ്രൊഡക്ട്സൊക്കെ എനിക്ക് ഒരുപാട് യൂസ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്തും കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇതൊക്കെ ഞാൻ വാങ്ങിയത് ഇൻസ്റ്റാഗ്രാമിൽ നിന്നും ആമസോൺ അങ്ങനെയൊക്കെയാണ്. ഒരു ഡോക്ടറെയും ഞാൻ കൺസൾട്ട് ചെയ്തിട്ടില്ല. ഇതിനു മുന്നേ എൻ്റെ സ്കിന്ന് ഭയങ്കര ബോറായിരുന്നു. ഒരുപാട് ആക്നീസും കാര്യങ്ങളായിരുന്നു. ഞാൻ ഒട്ടും കെയർ ചെയ്യില്ലായിരുന്നു. എൻ്റെ സ്കിന്നൊന്നും ഫേസൊന്നും ഒട്ടും ഞാൻ കെയർ ചെയ്യില്ലായിരുന്നു. ഇപ്പോൾ ഞാൻ കുറച്ച് നാളായിട്ട് സ്കിന്നൊക്കെ ഒരുപാട് ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് മാറ്റങ്ങളും ഉണ്ട്. ഇപ്പോഴും ഉണ്ട്, പിമ്പിൾസ് വന്നതിൻ്റെ മാർക്സും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഫേസിലുണ്ട്. പക്ഷേ അതൊക്കെ ഡിമ്മായി വരുന്നുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സൊക്കെ അത് നിങ്ങൾക്ക് എത്ര സ്യൂട്ടാവുമെന്ന് എനിക്കറിയില്ല. കാരണം എല്ലാവരുടെയും സ്കിൻ ടൈപ്സ് ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. ഞാൻ ചെയ്യുന്ന എൻ്റെ പ്രൊഡക്ട്സ് എൻ്റെ സ്കിന്നിന് സ്യൂട്ടാവുന്ന പ്രൊഡക്ട്സാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കുറച്ചുകൂടിയൊക്കെ നല്ലത് ഡോക്ടറെല്ലാം കൺസൾട്ട് ചെയ്തിട്ട് സ്കിൻ കെയർ പ്രൊഡക്റ്റ് യൂസ് ചെയ്യായിരിക്കും. അപ്പോൾ നമുക്ക് സ്കിൻ കെയർ റൂട്ടീന് പോകാം. അതിന് മുന്നായിട്ട് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സ്കിൻ കെയർ റൂട്ടീൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഫ്രഷ് ആയിരിക്കണം. പിന്നെ ബ്രഷ് ചെയ്തതിന് ശേഷം മാത്രമേ ഫേസിൽ എന്തെങ്കിലും അപ്ലൈ ചെയ്യാനോ സ്കിൻ കെയർ റൂട്ടീൻ ചെയ്യാനോ പാടുള്ളൂ. ഇതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. ടാടാ, അപ്പോൾ നമ്മൾ ഫ്രഷായി വന്നിട്ടുണ്ട്. ഞാൻ ഫേസ് ഒന്നും ചെയ്തിട്ടില്ല, ബിക്കോസ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ എൻ്റെ നൈറ്റ് സ്കിൻ കെയർ റൂട്ടീനിലോട്ട്. ഫസ്റ്റ് ക്ലെൻസിങ് ആണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മിക്സുണ്ട്. മോസ്റ്റ്ലി ഞാൻ കൊറിയൻ സ്കിൻ പ്രൊഡക്റ്റാണ് യൂസ് ചെയ്യാറ്. എനിക്കെന്താണെന്നറിയില്ല, കൊറിയൻ പ്രൊഡക്ട്സ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് മിക്സുണ്ട് ബീൻ ക്ലെൻസിങ് ഓയിലാണ് ഫസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരുപാട് മേക്കപ്പും ഡസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് നല്ലതാണ്. ഇത് നമ്മുടെ ഫേസ് ഭയങ്കര ഹൈഡ്രേറ്റ് ആയിട്ട് വെക്കും. ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് ഒരു 2-3 പംപ്സ് ഇങ്ങനെ എടുക്കുക. ഫേസിൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല കഴുകി നെക്സ്റ്റ് ഫേസ് വാഷിംഗ് ആണ്. സിമ്പിളിൻ്റെ ഫേസ് വാഷാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് 100% സോപ്പ് ഫ്രീ ആണ്. ഫോർ ഓൾ സ്കിൻ ടൈപ്പിന് യൂസ് ചെയ്യാം. ഇത് നമ്മുടെ ഫേസിലുണ്ടാകുന്ന ഓയിലൊക്കെ റിമൂവ് ചെയ്യും. ഇതിൽ നോ കളർ, നോ പെർഫ്യൂം, നോ ഹാഷ്, നോ കെമിക്കൽ. ഈ ഫേസ് വാഷ് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഫേസ് വാഷാണ്. ഇത് ഞാൻ ഒരു 2-3 എണ്ണം യൂസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഭയങ്കര സൂപ്പർ ഫേസ് വാഷാണിത്. ഇതൊരു ജെൽ ടൈപ്പാണ് വരുന്നത്. പിന്നെ ഫ്രാഗ്രൻസ് ഫ്രീ ആണ്. ഒരു സ്മെല്ലും കാര്യങ്ങളും ഒന്നുമില്ല. ഇത് നന്നായിട്ട് ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് നന്നായിട്ട് വാഷ് ചെയ്ത് കളയാം. അടുത്ത സ്റ്റെപ്പ് ടോണറാണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്ന അനുവ ഹെർട്ട്ലി 77 സൂത്തനിങ് ടോണറാണ്. ഇത് സ്കിന്ന് സൂത്തനാക്കാനും പോഴ്സ് കൺട്രോൾ ചെയ്യാനും സ്കിന്ന് ഭയങ്കര ഹൈഡ്രേറ്റ് ആയി വയ്ക്കാനും ഭയങ്കരമായിട്ട് സഹായിക്കും. ഇത് നല്ല രീതിക്ക് ആക്നി റെഡ്യൂസ് ചെയ്യാനും ആക്നിയുടെ മാർക്സെല്ലാം റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കും. എൻ്റെ ഫേസിൽ ഒരുപാട് ആക്നി മാർക്സുകളുണ്ട്. അടുത്തത് അനുവയുടെ നയാസിനമൈഡ് 10% പ്ലസ് TXA 4% സിറാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ നയാസിനമൈഡ് ഉള്ളതുകൊണ്ട് ചൊറിച്ചൽ, ഈ കറുത്ത പാടുകൾ, ആക്നി മാർക്സ് ഇതെല്ലാം ഭയങ്കരമായിട്ട് കുറയ്ക്കും. പിന്നെ പോഴ്സ് മിനിമൈസ് ചെയ്യാൻ സഹായിക്കും. നെക്സ്റ്റ് മോയ്സ്ചറൈസിങ് ആണ്. ഇത് ഡോക്ടർ ആത്ലയുടെ 345 റിലീഫ് ക്രീമാണ്. ഇത് ഓൾ സ്കിൻ ടൈപ്പിന് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. എന്ത് യൂസ് ചെയ്യുന്നതിലും പാച്ചസ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ നോക്കാം. ഇതിൽ ഇൻഡിക്ക, സ്റ്റീം എക്സ്ട്രാക്ട് ആൻഡ് പാത്തനോൾ, നയാസിനമൈഡ് എല്ലാം അടങ്ങിയിട്ടുണ്ട്. ഇതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ റെഡിഷ്നെസ്, ബ്ലാക്ക് മാർക്സ് എല്ലാം റിമൂവ് ചെയ്യും. ഈ ക്രീം ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് 1 വീക്ക് ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ കുറച്ച് മാറ്റങ്ങളൊക്കെ എൻ്റെ ഫേസിന് കാണാൻ പറ്റുന്നുണ്ട്. ഇനി കൂടുതൽ മാറ്റങ്ങൾ എനിക്ക് വരുവാണെങ്കിൽ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ എന്തായാലും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. എന്തൊക്കെ തന്നെ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നുണ്ടോ അതുപോലെ തന്നെ നമ്മുടെ കഴുത്തിലും ചെവിയിലും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ നോക്കുക.
ഓരോ പ്രൊഡക്റ്റ്സും അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഒരു 2-3 സെക്കൻഡ്സ് നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് പ്രൊഡക്റ്റ് യൂസ് ചെയ്യാം. ഇത് എൻ്റെ ലിപ് ബാമാണ്. ഇത് എവിടെയും വാങ്ങാൻ കിട്ടില്ല, ബിക്കോസ് ഞാൻ തന്നെ ഉണ്ടാക്കിയ എൻ്റെ ലിപ് ബാമാണ്. ബീട്രൂട്ടും ഹണിയും വെച്ചിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്ത എൻ്റെ ലിപ് ബാമാണ്. ഭയങ്കര ഹൈഡ്രേറ്റ് ആക്കി വെക്കും. നെക്സ്റ്റ് അണ്ടർ ഐ ക്രീമാണ്. മേരി ആൻഡ് മേ ബിലീവ് ഇൻ ട്രൂത്തിൻ്റെ ഐ ക്രീമാണ് യൂസ് ചെയ്യുന്നത്. ഇതും ഞാൻ അധികം നാളായിട്ടില്ല യൂസ് ചെയ്തിട്ട്, അതുകൊണ്ട് എനിക്കിതിൻ്റെ എനിക്ക് മാറ്റം വന്നതൊന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഒരു 2-3 വീക്സ് കഴിഞ്ഞിട്ട് ഇതിൻ്റെയൊക്കെ കറക്റ്റ് റിവ്യൂ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ എൻ്റെ നൈറ്റ് സ്കിൻ കെയർ റൂട്ടീൻ എന്ന് പറയുന്നത്. നൈറ്റ് മാത്രമേ ഞാൻ ഇത്രയും പ്രൊഡക്റ്റ് യൂസ് ചെയ്യാറുള്ളൂ. മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീൻ എൻ്റർലി ഡിഫറെൻ്റ് ആണ്. ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സൊക്കെ ഡിഫറെൻ്റ് ആണ്. ഇത്രയധികം പ്രൊഡക്ട്സ് ഒന്നും യൂസ് ചെയ്യില്ല. നെക്സ്റ്റ് എൻ്റെ ബോഡിയിൽ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു വാസ്ലിൻ്റെ ഗ്ലൂട്ടാ ഹയാ ക്രീമാണ്. ഇതിൽ ഹൈഡ്രോണിക് ആസിഡ്, നയാസിനമൈഡ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയുള്ള എൻ്റെ നൈറ്റ് സ്കിൻ കെയർ റൂട്ടീൻ. എൻ്റെ ഫേസിൽ ഒരുപാട് പിമ്പിൾസ് വന്ന മാർക്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇപ്പോൾ ചെറുതായിട്ട് ഡിമ്മായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇനി കുറച്ച് നാൾ കഴിഞ്ഞിട്ട് എൻ്റെ ഫേസ് ക്ലിയർ ആയിട്ട് നെക്സ്റ്റ് വീഡിയോ എന്തായാലും ഞാൻ ഇടുന്നതായിരിക്കും. അതുവരേക്കും ബായ്. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ബായ്. ഗുഡ് നൈറ്റ്.